കേരളത്തിലെ ആദ്യ സന്യാസിനിയും കർമ്മലീത്ത നിഷ്പാതുക മൂന്നാം സഭാ സ്ഥാപകയുമായ മദർ ഏലീഷ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഇന്ന് വൈകിട്ട് 4:30 എറണാകുളം വല്ലാർപാടം ബസലിക്കയിൽ പ്രഖ്യാപന ചടങ്ങുകൾ നടക്കും. മലേഷ്യയിലെ പെനാങ് രൂപത അധ്യക്ഷൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മദർ ഏലീശയുടെ മധ്യസ്ഥതയിൽ സംഭവിച്ച അത്ഭുതം മാർപ്പാപ്പ അംഗീകരിച്ചതിനു ശേഷമാണ് വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള നടപടികൾ തിരുസംഘം പൂർത്തിയാക്കിയത്. പ്രഖ്യാപനത്തിൽ മാർപ്പാപ്പ ഒപ്പുവെച്ചതോടെയാണ് മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നത്. ഇന്ന് വൈകുന്നേരം 4:30 ദിവ്യബലിക്കിടെ ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപതാമെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വരാപ്പുഴ അതിരൂപതാ മെത്രോപൊലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ധന്യ മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തും. വത്തിക്കാന്റെ ഇന്ത്യയിലെ അപ്പോസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോ പോൾഡോ ജിറല്ലി സന്ദേശം നൽകും. അത്യുന്നത കർദിനാൾ ഡോക്ടർ ഓസ്വാൾ ഗ്രേഷ്യസ് വാഴ്ത്തപ്പെട്ട മദർ ഏലീശയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്യും. തുടർന്ന് മദറിന്റെ തിരുശേഷിപ്പ് ഔദ്യോഗികമായി ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിക്കും. അങ്ങനെ മദർ ഏലീശ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടും. അമ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഈ സന്തോഷത്തിൻ്റെ വേളയിൽ കുടുംബ അംഗങ്ങളായ ഞങ്ങളെ ഏവരും സന്തോഷത്തോടെ അഭിമാനത്തോടെ കൈക്കൊള്ളുന്നു. ജന്മദിനവും ഈ മരണദിനമൊക്കെ ആഘോഷിക്കാറുണ്ട് ഞങ്ങൾ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. 1866 ഫെബ്രുവരി 13 കൂനമാവിൽ കർമ്മലീത്ത നിഷ്പാതുക മൂന്നാം സഭ സ്ഥാപിക്കുകയും കേരള സഭയിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് സ്കൂളും ബോർഡിംഗും അനാഥമന്ദിരവും ആരംഭിച്ച് സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കം കുറിച്ച ആളാണ് മദർ ഏലീശ. പിന്നീട് 1890 2 സന്യാസിനി സഭകൾക്കും രൂപം നൽകി. 1913 ജൂലൈ മാസം 18 മദർ ഏലീശ മരിക്കുന്നത്. മരിച്ച് 112 വർഷങ്ങൾക്ക് ശേഷമാണ് മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.